അപ്പൊ ബിന്ദു, Yes, sir. കുടുംബ വിളക്കിലൂടെയാണ് അതെ ഒന്ന് തെളിഞ്ഞത് അല്ലേ? അതെ അപ്പൊ എന്നാണ് യുവർ കരിയർ സ്റ്റാർട്ടഡ്? സർ ആക്ച്വലി ആദ്യം ഞാൻ പിന്നെ വനിതാരത്നത്തിലാണ്, അതായത് വളരെ ഇവിടെ എൻ്റെ ഒരു ശരിക്കും ഒരു എന്താ പറയുക, പിന്നെ ഭഗവാന്റെ ഒരു അനുഗ്രഹം കിട്ടിയത് ഇവിടെ നിന്നാണ്. കാരണം വളരെ കുഞ്ഞു മുതലേ അമിത ഭ്രാന്താണ്, പാട്ട് ഡാൻസ് ഇതാണ്. പക്ഷെ ഒന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല, അന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അച്ഛൻ വെളിയിലായിരുന്നു. പക്ഷെ എൻ്റെ ഈ അമിതാഗ്രഹം പറയുമ്പോഴും നടന്നിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചിട്ട് നടക്കില്ല, കല്യാണം കഴിഞ്ഞു, മക്കളായി. അങ്ങനെയാണ് ഇത് നമ്മുടെ പിന്നെ വനിതാരത്നം 1 വന്നപ്പോൾ എൻ്റെ ഈ അമിതാഗ്രഹം കണ്ടിട്ടാണ് എൻ്റെ മോൻ അയക്കുന്നത്. അപ്പോൾ എനിക്ക് 2ന്റെ ഓഡിഷൻ വന്നെങ്കിലും എനിക്കറിയില്ല എനിക്ക് സെലക്ഷൻ കിട്ടുമല്ലോ. അങ്ങനെ പോയി, സെലക്ഷൻ കിട്ടി, പിന്നെ ഫിനാലെ വരെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒരുപാട് ഓഫേഴ്സ് വരുന്നത്. അപ്പോഴും വീട്ടിൽ നിന്നൊരു തടസ്സം. അന്നത്തെ കാലത്ത് പാട്ടിന്റെ പാലാഴി, പിന്നെ ഒരു 10-20 വർഷമായിട്ടുണ്ട്. പക്ഷെ ഒന്ന് പുഷ്പിച്ചത് ഈ അതെ. പക്ഷെ ഇപ്പോഴും സന്തോഷം എന്താ വെച്ചാൽ ഞാൻ എവിടെ പോകുമ്പോഴും വനിതാരത്നം 2ന്റെ ഇതിൽ ഒരുപാട് പേര് ബിന്ദു അല്ലേ അങ്ങനെ ഓരോ ഞാൻ ചെയ്ത എൻ്റെ ആഗ്രഹം എത്രത്തോളം ഒരുപാട് 40 സ്റ്റേജോളം ചെയ്തു. ഇതേ സെയിം ഫ്ലോറാണ്. അപ്പൊ ഞാൻ ഭയങ്കര ഞാൻ ഇതേ ചോദ്യം ബിന്ദുവിന്റെ അടുത്ത് ചോദിച്ചാൽ എന്ത് പറയും? എന്ത് ചോദ്യം? ആദ്യമായിട്ട് എനിക്ക് കല്യാണ ആലോചന എത്രാമത്തെ വയസ്സിൽ കല്യാണ ആലോചന വന്നു? അയ്യോ സാർ, അത് കോമഡിയാണ്. 13 വയസ്സിൽ എന്നെ ഭയങ്കര ഹൈറ്റാണ്, 10-25 വയസ്സുണ്ടെന്നിട്ട് എനിക്ക് വന്നു. അപ്പൊ ആന്റി പറഞ്ഞു, അയ്യോ ആ അത് കൊച്ചു കുട്ടിയാണ്, 9 പഠിക്കാൻ. ആ സാരിയൊക്കെ അപ്പൊ ശരിക്കും പിന്നെ ഉള്ള ഒരു കല്യാണം നടന്നത് 21 വയസ്സിൽ. എൻ്റെ അടുത്ത് ഗായത്രി പറഞ്ഞ അമ്മ നന്നായിട്ട് പാടുന്നു. അയ്യോ പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, സീരിയലാണ്. അയ്യോ ഇല്ല, അങ്ങനെ ഒരിക്കലും പറയില്ല. പറഞ്ഞില്ലേ? എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ സിനിമയാണ്, അമ്മ സീരിയലാണ്, പക്ഷെ പാട് നന്നായിട്ട് പാടുന്നു. അങ്ങനെ ഒരു ഇത് കൊണ്ടിട്ടു. ഇല്ല അങ്ങനെ പറയില്ല. കാരണം ഞാൻ ഇവളുടെ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് സീരിയൽ, കാരണം ഇപ്പം ഞാൻ 9 സീരിയൽ അത്ര മോശമാണോ? ഒരു മോശമല്ല. ആസിഫ് അലിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു സീരിയൽ അതെന്താ 9ാം ക്ലാസ് 10 പഠിക്കുമ്പോ ഞാൻ ഇവളെവിടെ വീടിന്റെ അടുത്തൊരു മറ്റേ ആസിഫലിയുടെ എന്തൊരു ഓഡിഷൻ അങ്ങനെ എന്തോ ഉണ്ടെന്നിട്ട് ഓടിപ്പോയി ഫോട്ടോ ഒക്കെ എടുത്ത് എന്നെ കാണിച്ചിട്ട് എന്നോട് ചോദിച്ചു, അമ്മ എനിക്കൊരു ആഗ്രഹം ഉണ്ട് നടത്തി തരാം. അപ്പം എന്താടാ, എനിക്ക് ആസിഫിലെ കല്യാണം കഴിച്ചു. അപ്പൊ എനിക്ക് സത്യത്തിൽ ഒരു ദേഷ്യമല്ലോ എന്ന് ഞാൻ ചിരിച്ചത്. ഞാൻ എൻ്റെ കാര്യം ആലോചിച്ചു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കൊന്ന് കമലഹാസനൊക്കെ എത്തിച്ചാരോ, അന്ന് നല്ല അടി കിട്ടി. അപ്പൊ എൻ്റെ അല്ലേ മോള് കമലഹാസനെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തന്നെ കമലഹാസനല്ലേ? അമ്മ പറഞ്ഞു മര്യാദയ്ക്ക് വരുന്നു. എന്നിട്ട് എൻ്റെ അന്ന് മറ്റേ നമ്മൾ എന്താണ് ഈ നാനേന്ന് വരുന്നൊക്കെ എടുത്തിട്ടാണല്ലോ ഇപ്പൊ നോട്ട്ബുക്ക് ഒക്കെ. വലിയ നമസ്കാരം. അമ്മ ഇല്ല. അപ്പൊ എന്തായാലും 8ാം ക്ലാസ്സിൽ കമലഹാസനെ അല്ലെ കല്യാണം കഴിച്ച് ഒരു 10-12 കുട്ടികളും ഒക്കെ ആയിട്ട് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് ഇതുവരെ നടന്നു. എന്നിട്ട് ഇപ്പോഴും ആയിട്ടില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അത് നമുക്കൊരു പാട്ടിലൂടെ കമലഹാസൻ നമുക്ക് സമർപ്പിക്കാം. കമലഹാസൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഈ ഇരിക്കുന്ന ബിന്ദു 8ാം ക്ലാസ്സിൽ താങ്കളെ സ്നേഹിക്കാൻ തുടങ്ങി, കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയി ജീവിക്കണമെന്ന് വിചാരിച്ച ഒരു സ്ത്രീയാണ്. അവരുടെ രോദനം തീർച്ചയായിട്ടും ഈ പാട്ടിലൂടെ നിങ്ങൾക്ക് കേൾക്കാം. പ്ലീസ്. കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പീലി നീർത്തി വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി സ്വർണ്ണത്തേരേറി ഞാൻ വങ്കത്തിങ്കൾ പോലെ ദൂരെ ആകാശ നക്ഷത്ര പൂക്കൾ തേരോട്ടം മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. ഇപ്പോഴും പാടുന്നത് എന്താണ്? മോഹം കൊണ്ട് ഞാൻ ദൂരെ ഏതോ കമലഹാസനെ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. കറക്റ്റ് ആയിട്ട് മനസ്സിൽ നിന്ന് വരുന്ന കള്ളം വരൂല. അപ്പൊ എങ്ങനെയുണ്ട് മോള്?
സാർ ഞാൻ എപ്പോഴും രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളിപ്പം പ്രാർത്ഥിച്ചിട്ട് കിടക്കുമ്പം എപ്പോഴും ഞാൻ നന്ദി പറഞ്ഞു ഇത്രയും നല്ല 2 മക്കളെ തന്നതിന് ഒരുപാട് നന്ദി. കാരണം ഞാൻ ഭയങ്കര ദേഷ്യം, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഇത് നാഗവല്ലി, ഇത് പെരിയവല്ലിയ. പക്ഷേ എന്നെ ഇപ്പോഴും അങ്ങനെ എതിർക്കില്ല. ഇദ്ദേഹം മറ്റേ തൂക്കുമ്പോഴത്തേക്ക് ഉള്ളൂ. ഇദ്ദേഹത്തിന് എനിക്കറിയാം, എനിക്ക് പെട്ടെന്ന് ദേഷ്യം എന്ന് വെച്ചാൽ എന്തിനും വരും. എന്തിനും അല്ല, എനിക്കിപ്പോ നല്ല അടുക്കി പറക്കൊക്കെ വെച്ചിട്ട് എങ്ങാനും വാരി. അല്ല, അപ്പൊ ജീവിതത്തിൽ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, മോളെ ഇന്ന ഒരു സ്ഥിതിയിലാക്കണമെന്ന്. എന്താണ്? സിനിമയിലൊക്കെ ആയി, അതിനുശേഷം മോക്ക് ഇതുപോലെ ആസിഫ് അലിയെ പോലെ വേറൊരു നായകനെയോ അല്ലെങ്കിൽ വേറൊരു പയ്യനെ ഇഷ്ടപ്പെട്ടു? അല്ല, അങ്ങനെ അതിനൊന്നും അങ്ങനെ ഒന്നിനും അങ്ങനെ ഒരു തടസ്സമല്ല. കാരണം അവൾക്ക് നല്ല ഈ കാണുന്ന പോലെ നല്ല മെച്ചൂരിറ്റി ഉള്ള കുട്ടിയാ. അവളുടെ ആഗ്രഹം പറയുമ്പോൾ ഞാൻ കേൾക്കും. നല്ലൊരു പിന്നെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആണോ അതോ പുള്ളിക്കാരുടെ ഇഷ്ടത്തിന് അങ്ങ് പോട്ടെന്നാണോ? ഇഷ്ടത്തിന് പോട്ടെന്നല്ല, എൻ്റെ ആഗ്രഹം അവളുടെ എന്താ പറയുക, പിന്നെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ആരെക്കാട്ടിലും കൂടുതൽ അവൾക്ക് തന്നെയല്ലേ അറിയുള്ളൂ. അപ്പോൾ അവളുടെ ഇഷ്ടത്തിന് അങ്ങനെ ഇന്നയാൾ നല്ലതാണെന്ന് തോന്നി സെലക്ട് ചെയ്താൽ വരുന്ന നല്ലതും ചെയ്തും അവള് തന്നെ അനുഭവിച്ചു. അല്ലെ, അതല്ലേ ഉദ്ദേശിച്ചത്. അപ്പൊ ബേസിക് ആയിട്ട് മനസ്സിലുള്ള കാര്യം നീ എങ്ങനെ വേണേ ഇപ്പോ എനിക്കെന്ത് അങ്ങനെയല്ല, നിന്റെ ഇഷ്ടമുള്ളവർ അല്ലല്ല, ഞാൻ നന്നായിട്ടൊരു അവൾ എന്ത് പറയുമ്പോഴും ഞാൻ നന്ന കേൾക്കും, ശ്രദ്ധിച്ചേക്കും. അത് നല്ലതാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പറയും. വലിയൊരു ബഹളം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അപ്പൊ ഇവൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ പോലും ഒട്ടിനെ വഴക്ക് പറയാ, അടിക്കുക, അങ്ങനെയൊന്നുമില്ല. 9ാം ക്ലാസ്സിൽ പ്രേമം വരെ പൊക്കിയിട്ടുണ്ട്. അപ്പോഴും 10ാം ക്ലാസ്സിൽ തുടങ്ങിയല്ലേ? 9. അപ്പൊ ഇവിടെ 8 കമലഹാസൻ, അവിടെ 10 ആസിഫ് അലി.